ഹലോ സ്റ്റുഡൻസ്, വെൽഡർ ട്രേഡിന്റെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ടോപ്പിക്കിൽ നമ്മൾ ഫ്ലാറ്റ് പൊസിഷനിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബീഡ് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പഠിക്കും. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പ്രാപ്തരാകും. ഡ്രോയിങ് അനുസരിച്ച് 150 mm നീളവും 100 mm വീതിയും 2 mm കനവുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് അടയാളപ്പെടുത്തി മുറിക്കുക. ഫില്ലർ വയർ തിരഞ്ഞെടുത്ത് ഗ്യാസ് ഫ്ലോയും കറണ്ടും സെറ്റ് ചെയ്യുക. വേവിംഗ് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിവൈസുകൾ പരിശോധിക്കുക. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ: സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്. വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ: കീ ഓർ സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, പ്രീ ഹീറ്ററുള്ള ഗ്യാസ് റെഗുലേറ്ററും ഫ്ലോ മീറ്ററും, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, വയർ ഫീഡറുകൾ, ഇലക്ട്രോഡ് വയറിന്റെ സപ്ലൈ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ CO2. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് 2 mm കനമുള്ളത്. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. നിങ്ങൾക്ക് നല്ല വെളിച്ചമുള്ളതും ആവശ്യത്തിന് വായു സഞ്ചാരമുള്ളതുമായ ജോലിസ്ഥലമുണ്ടെന്ന് ഉറപ്പാക്കുക. മുറിക്കാനുള്ള അളവുകൾ എടുക്കാൻ വെൽഡിംഗ് ടേബിളിൽ റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ്, സ്ക്രൈബർ എന്നിവ തയ്യാറാക്കി വയ്ക്കുക. 2 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ 150 mm നീളവും 100 mm വീതിയും കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് റൂളർ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് എടുക്കുക. ലൈൻ അടയാളപ്പെടുത്തുന്നതിന് ഒരു സ്ക്രൈബർ ഉപയോഗിക്കുക. ഇത് 2 mm സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. മെഷർമെന്റ് എററുകൾ ഒഴിവാക്കാൻ മെഷർമെന്റുകൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഒരു വെൽഡിംഗ് ടേബിളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് വയ്ക്കുക. അടയാളപ്പെടുത്തിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷിയറിംഗ് മെഷീനിൽ വയ്ക്കുക. നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് തുടരുമ്പോൾ അടയാളപ്പെടുത്തിയ കട്ടിംഗ് ലൈനുമായി ഹാൻഡ് ഷിയറിംഗ് മെഷീൻ അലൈൻ ചെയ്യുക. വൃത്തിയുള്ളതും നല്ല ഫിനിഷിംഗും ലഭിക്കുന്നതിന് ആവശ്യമെങ്കിൽ പരുപരുക്കൻ അറ്റങ്ങൾ ഫയൽ ചെയ്യുക. ഷീറ്റിന്റെ 2 അറ്റത്തും 25 mm വിട്ടുകൊണ്ട് പാരലൽ ലൈൻ അടയാളപ്പെടുത്താൻ ആരംഭിക്കുക. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് ഫസ്റ്റ് ലൈൻ വരയ്ക്കുക. ഒരു സ്ക്രൈബർ ഉപയോഗിച്ച് ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും തമ്മിൽ 20 mm ഗ്യാപ്പ് അടയാളപ്പെടുത്തുക. ലൈനുകൾക്കിടയിൽ 20 mm ഗ്യാപ്പ് നിലനിർത്തുന്നതിന് സെയിം പ്രോസസ് പിന്തുടരുക. കൂടാതെ 3 ലൈനുകൾ കൂടി വരയ്ക്കുക. പൂർണ്ണമായും 5 ലൈനുകൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. പഞ്ചിങ്ങിനായി പ്രിക് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിക്കുക. പഞ്ച് മാർക്കുകൾക്കിടയിൽ 4 mm ഗ്യാപ്പ് നിലനിർത്തിക്കൊണ്ട് പ്രിക് പഞ്ചും ഹാമറും ഉപയോഗിച്ച് പഞ്ച് മാർക്ക് ഉണ്ടാക്കാൻ ആരംഭിക്കുക. പഞ്ച് മാർക്ക് പരിശോധിച്ച് എല്ലാ പഞ്ചുകളും ശരിയായി നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് വെൽഡിംഗ് ടേബിളിൽ ഷീറ്റ് തയ്യാറാക്കി വയ്ക്കുക. GMAW മെഷീന്റെ സജ്ജീകരണം ആരംഭിക്കുക. കൃത്യമായ വ്യാസമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫീഡർ വയർ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. 0.8 mm ഡയമീറ്റർ ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ സ്പൂൾ സ്ഥാനത്തുറപ്പിക്കുക.
അത് ലോക്ക് ചെയ്ത് ഗൈഡ് ട്യൂബ്, റോഡുകൾ, സ്പൈറൽ, ടോർച്ചിന്റെ കോണ്ടാക്ട് ടിപ്പ് എന്നിവയിലൂടെ വയർ വലിക്കുക. ആർഗോൺ ഗ്യാസ് സിലിണ്ടറിൽ ഫ്ലോ മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ആദ്യം GMAW മെഷീന്റെ പവർ സപ്ലൈ പരിശോധിക്കുക. ആർഗോൺ ഗ്യാസ് സിലിണ്ടർ വാൽവ്, ഗ്യാസ് ഫ്ലോ റേറ്റ് എന്നിവ പരിശോധിക്കുക. ശരിയായ വേഗതയ്ക്കായി ഫീഡർ വയർ മെഷീൻ പരിശോധിക്കുക. അക്സസറികൾ ഉപയോഗിച്ച് വെൽഡിംഗ് ടോർച്ച് സജ്ജമാക്കുക. വെൽഡിംഗ് ടോർച്ചിൽ ഫില്ലർ വയർ ഫീഡർ പരിശോധിക്കുക. GMAW മെഷീൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുക. സാമ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിലെ സ്ട്രെയിറ്റ് ബീഡ് പരിശോധിക്കുക. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള വെൽഡിംഗ് പ്രക്രിയ നോക്കാം. അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ സുരക്ഷാ കണ്ണടകൾ, കയ്യുറകൾ, ഇയർ പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള ഉചിതമായ വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE ധരിക്കുക. വർക്ക് ടേബിളിൽ വർക്ക് പീസ് ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ സജ്ജമാക്കുക. ഡൗൺ ഹാൻഡ് പൊസിഷനിൽ വെൽഡിംഗ് നടത്താൻ സൗകര്യപ്രദമായ സ്ഥാനത്ത് വർക്ക് പീസ് വയ്ക്കുക. വെൽഡിംഗ് മെഷീൻ ഓൺ ആക്കുക. വെൽഡിംഗ് ആരംഭിക്കുമ്പോൾ ആദ്യം ഗ്യാസ് ഫ്ലോ പരിശോധിക്കുക. നിർദ്ദിഷ്ട ഫ്ലോ റേറ്റ് അനുസരിച്ച് ഗ്യാസ് ഫ്ലോ ക്രമീകരിക്കുക. ഗ്യാസ് ഫ്ലോ റേറ്റ് 8 മുതൽ 10 LPM ലിറ്റർ പെർ മിനിറ്റായി സജ്ജീകരിക്കുക. സിലിണ്ടറിന്റെ ഓപ്പണിംഗ് വാൽവിനടുത്തുള്ള ഫ്ലോ റേറ്റ് ട്യൂബിലെ ഫ്ലോ റേറ്റ് നോക്കുക. വെൽഡിംഗ് പ്രക്രിയയ്ക്കായി ഫ്ലോ റേറ്റ് ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മിഷന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് DCRP ടോർച്ച് ബന്ധിപ്പിക്കുക. വെൽഡിംഗ് ടോർച്ച് തയ്യാറാക്കിയ സ്ഥാനത്ത് വെക്കുക. വലത്ത് കൈയിൽ ടോർച്ച് പിടിക്കുക. വെൽഡിംഗ് ടോർച്ചിന്റെ പ്രസ് ബട്ടണിൽ ചൂണ്ടുവിരൽ വെക്കുക. വെൽഡിംഗ് ടോർച്ചിലെ വയർ ഫീഡർ ബട്ടൺ സാവധാനം അമർത്തി സ്ഥിരമായ വേഗതയിൽ വയർ പുറത്തു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മിഷന്റെ ഗ്യാസ് ഫ്ലോ റേറ്റ്, വയർ ഫീഡർ നിരക്ക് എന്നിവയുടെ ശരിയായ പ്രവർത്തനം ഉറപ്പാക്കിയ ശേഷം വെൽഡിംഗ് പ്രക്രിയയ്ക്കായി വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ തുടങ്ങണം. ആർക്ക് വോൾട്ടേജ് സജ്ജീകരിക്കുന്നതിന് മുമ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിന് ആർക്ക് വോൾട്ടേജ് സജ്ജീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം അല്ലെങ്കിൽ യൂസർ മാനുവൽ നോക്കുന്നത് നല്ലതാണ്. ആംബിയർ സജ്ജീകരിക്കുന്നതിനും ഇതേ നടപടിക്രമം പാലിക്കേണ്ടതുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റുകൾ വെൽഡിംഗ് ചെയ്യുന്നതിന് ആംബിയർ സജ്ജീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ യൂസർ മാനുവൽ നോക്കുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡിന് ആവശ്യമായ ആർക്ക് വോൾട്ടേജ് 19 മുതൽ 21 വോൾട്ടിൽ സജ്ജമാക്കുക. ഒരു സ്കാർഫ് പ്ലേറ്റിൽ ആർക്ക് അടിച്ച് 90 മുതൽ 100 ആമ്പ് ലഭിക്കുന്നതിന് വയർ ഫീഡ് നിരക്ക് സജ്ജമാക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിലവിലെ ക്രമീകരണത്തിനായി ഹാൻഡ് ഷീൽഡ് അല്ലെങ്കിൽ ഹെൽമെറ്റിൽ DIN 11 അല്ലെങ്കിൽ 12 കറുപ്പ് അല്ലെങ്കിൽ പച്ച ഫിൽറ്റർ ഗ്ലാസ് ഉപയോഗിക്കുക. മിഷനിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ വെൽഡ് മോഡിലേക്ക് മാറ്റുക. ഡിപ്പ് ട്രാൻസ്ഫർ മോഡിന് ആവശ്യമായ രീതിയിൽ ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. കോണ്ടാക്ട് ടിപ്പിന്റെ അവസാനം മുതൽ ജോബ് വരെ 8 മുതൽ 10 മില്ലിമീറ്ററിൽ ഒരു ഫില്ലർ വയർ സ്റ്റിക്ക് നിലനിർത്തുക. ഷീറ്റിന്റെ പഞ്ച് ചെയ്ത അടയാളങ്ങൾ നോക്കുക. ആദ്യ ലൈനിൽ വെൽഡിംഗ് ടോർച്ച് സ്ഥാപിക്കുക. ഡ്രൈവിംഗ് ടെക്നിക് ഉപയോഗിച്ച് ജോബിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പഞ്ച് ചെയ്ത ലൈനുകളിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക.
സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കി ഡീബർസ് നീക്കം ചെയ്യുക. ഷീറ്റിന്റെ രണ്ടാമത്തെ പഞ്ചഡ് ലൈനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുക. വെൽഡിംഗ് ടോർച്ച് കോൺസ്റ്റന്റ് ട്രാവൽ സ്പീഡിൽ നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുമ്പോൾ ഡീബർസ് നീക്കം ചെയ്യണം. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കി ഡീബർസ് നീക്കം ചെയ്യുക. മിനിമം റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ 1 മുതൽ 1.5 mm വിട്ടിൽ ഒരു സ്ട്രെയിറ്റ് ബീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷീറ്റിന്റെ തേർഡ് പഞ്ചഡ് ലൈനിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുക. ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ ഷീറ്റ് ചൂടാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഷീറ്റ് ചൂടായാൽ അല്പനേരം കാത്തിരിക്കുക. ഷീറ്റ് തണുക്കാൻ അനുവദിക്കുക. തുടർന്ന് 4ാമത്തെ ലൈനിലും 5ാമത്തെ ലൈനിലും വെൽഡ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് ജോയിന്റ് വൃത്തിയാക്കുക. വെൽഡ് ബീഡിൽ സർഫസ് ഡിഫക്ട്സുകൾ പരിശോധിക്കുക. ഇനി നമുക്ക് പോരായ്മകൾ നോക്കാം. ബ്ലോ ഹോൾസ്, uneven bead, excess reinforcement, spotters, craters. വെൽഡർമാർ പാലിക്കേണ്ട സുരക്ഷാ രീതികൾ. ടോർച്ച് നോസിൽ വെൽഡ് സ്പാറ്ററുകൾ കൊണ്ട് അടഞ്ഞു പോകുമ്പോൾ ആന്റി സ്പാറ്റർ സ്പ്രേ ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വയർ ഫീഡ് ഇറഗുലർ ആകും. ഇതൊരു അൺഎക്സ്റ്റാബ്ലിഷ്ഡ് ആർക്കുണ്ടാക്കാൻ ഇടയാക്കും. നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. 150 mm നീളവും 100 mm വീതിയും 2 mm തിക്കും വരയ്ക്കുന്നതിനനുസരിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് അടയാളപ്പെടുത്തി മുറിക്കുക. ഫില്ലർ വയർ തിരഞ്ഞെടുത്ത് ഗ്യാസ് ഫ്ലോയും കറണ്ടും സെറ്റ് ചെയ്യുക. വീവിംഗ് ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. വെൽഡിലെ സർഫസ് ഡിഫക്ട്സ് പരിശോധിക്കുക. ഒരു ഫ്ലാറ്റ് പൊസിഷനിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം.